സൗദിയും ഖത്തറും ഒമാനും ഈജിപ്തും ഒന്നിച്ച് ചേർന്ന് ട്രംപിനോട് യാതൊരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത് എന്ന കാര്യം ഒരു സമ്മർദ്ദം പോലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വശംവദനായി ട്രംപ് ഇറാനുമേൽ ആക്രമണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് തന്നെ മാറിക്കളഞ്ഞത് എന്ന രൂപത്തിൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ അതിശക്തമായി ട്രംപിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം പറയുന്നു, എന്നെ ഒരു രാജ്യവും സമ്മർദ്ദപ്പെടുത്താൻ വന്നിട്ടില്ല, ഞാൻ ആ റിപ്പോർട്ട് നിരാകരിക്കുന്നു എന്ന്. പക്ഷെ ഒരു കാര്യം കൂട്ടത്തിൽ ട്രംപ് പറയുന്നു, ഇറാൻ്റെ നേതൃത്വം നമ്മൾ പറഞ്ഞത് പ്രകാരം കുറച്ചൊക്കെ നേരാംവണ്ണം പെരുമാറിയിരിക്കുന്നു. അതായത് ആളുകളെ, പ്രതിഷേധിക്കുന്ന ആളുകളെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞത് മാറ്റിയത് നല്ല ചിന്തയായി കണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് താൻ ഈ ആക്രമണമൊക്കെ നിർത്തിയത്, ഇതാണ് വാസ്തവം എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്പം പേടിപ്പിക്കുന്നൊരു വിഷയം കൂടിയുണ്ട്. പസഫിക് മഹാസമുദ്രത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന ചില അമേരിക്കൻ പടക്കപ്പലുകൾ അതിനോട് പതുക്കെ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് യാത്രാനുമതി കൊടുത്തെന്നും ഒരാഴ്ചക്കിടയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലായി ഈ യുദ്ധക്കപ്പലുകൾ വന്ന് തമ്പടിക്കുമെന്നും പറഞ്ഞു കേൾക്കുകയാണ്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആധികാരികമായി അമേരിക്കയിൽ നിന്ന് വരികയാണ്. എന്തിനാണോ എന്തോ നമുക്ക് നോക്കിയിരിക്കാം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലെ സമ്മർദ്ദപ്പെടുത്താൻ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സമ്മർദ്ദപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നും നോക്കിയിരിക്കാം. വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി മാറിയ ഒരു സംഗതിക്ക് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഡാമിയൻ മാർട്ടിൻ എന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്ററെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. 200-ലധികം വൺ ഡേ കളിച്ച ആളാണ്, 60-ലധികം ടെസ്റ്റ് കളിച്ച ആളാണ്, ഒരു 90-കളിലും 2000 ആണ്ടുകളിലുമൊക്കെ തരംഗം സൃഷ്ടിച്ച ആളാണ്. അദ്ദേഹം ഒരു മെനിഞ്ചൈറ്റിസ് വന്നിട്ട് തികച്ചും ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന മട്ടിൽ കിടക്കയിലായിപ്പോയ ആളാണ്, ICUവിലായിപ്പോയ ആളാണ്. പക്ഷേ 2025 ഡിസംബറിൽ അങ്ങനെ സംഭവിച്ചിട്ട് ഇപ്പോൾ കുതിര പോലെ വീണ്ടും റെഡിയായി വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്. ഒരു പ്രശ്നവുമില്ലാത്ത പോലെ ആ കിടന്ന കോമ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ നല്ല സന്തോഷവാനായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഇഷ്ടക്കാരോട് തൻ്റെ ജീവിതം മാറി മറിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എന്ന മട്ടിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിധിയിൽ നിൽക്കാത്ത അത്ഭുതങ്ങൾ വെളിവാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ അരുണാചൽ പ്രദേശിലെ സെല ലേക്കിലേക്ക് പോയത് കാര്യം അറിഞ്ഞല്ലോ. ഇന്നും ഇന്നലെയൊക്കെ അതാണ് വലിയ വാർത്ത. 24 വയസ്സ്, 26 വയസ്സ് കൊല്ലത്തുള്ളൊരു ബിനു പോയി, മലപ്പുറത്തുള്ളൊരു മാധവ്, 2 പേരും മരണമടഞ്ഞു. കാരണം എന്താണ്? അവിടെ ചെന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടും ചിത്രങ്ങളെടുത്തുകൊണ്ടും ഈ തടാകം ഏതാണ്, ഗ്ലാസ് ഏതാണ്, മഞ്ഞ് ഏതാണ് എന്നൊന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ കിടക്കുന്ന പ്രതലത്തിലേക്ക് ചെന്നിറങ്ങുകയാണ്. ഈ ശ്രദ്ധിക്കേണ്ടത് 10-14,000 അടി ഉയരത്തിൽ കിടക്കുന്ന പ്രദേശമാണ് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലുള്ള സെല ലേക്ക്. നമുക്കറിയാൻ പറ്റില്ല ഇത് വെള്ളമാണോ, വെളിച്ചക്കുറവുണ്ട്, അതല്ല തടാകത്തിൻ്റെ അംശമാണോ, അതോ ഗ്ലാസ് ചില്ലുകൾ നിരത്തിയിട്ടിരിക്കുന്ന പോലെ ഐസാണോ, ഒന്നും അറിയാൻ പറ്റാതെ ചെന്നിറങ്ങുന്നു. ഒരാളും കുഴിയിലേക്ക് വീഴുന്നു, മഞ്ഞുമൽ ബോയ്സിലെ പോലെ. ബാക്കി 5-6 ആളുകൾ പിന്നാലെ പോയിട്ട് എടുക്കാൻ നോക്കുന്നു, അവരും വീഴുന്നു. എങ്ങനെയെങ്കിലും ബാക്കി 3-4 പേർ രക്ഷപ്പെട്ടു വന്നു. 2 പേർ അതിനകത്തായി, 2 മലയാളികൾ മരിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയൊക്കെ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് വിൻ്റർ ആസ്വദിക്കാൻ വേണ്ടി, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി, വൈറലാകാൻ വേണ്ടി ഒക്കെ പോകുന്നവർ അത്യഗാധമായിട്ടുള്ള ഗർത്തങ്ങളിൽ പതിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം പോകാൻ എന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സഞ്ചാരികളായിട്ട് പോകുന്നവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് ഞങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് UAE ഏതാണ്ട് എല്ലാ എമിറേറ്റുകളിലും രാവിലെ ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു പരേഡ്, അല്ലെങ്കിൽ കുറേ ഹെലികോപ്റ്ററുകളുടെ പരേഡൊക്കെ കണ്ടിട്ട് ചില ആളുകളെങ്കിലും ഇതിൻ്റെ കാര്യം അറിയാതെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ ഈ ജനുവരി 17 എന്ന് പറയുന്നത് UAEയുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ, ഐക്യദാർഢ്യത്തിൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ദിവസമായി ആചരിക്കുകയാണ്. അതിനെ ഐക്യദാർഢ്യ ദിനമെന്ന് മലയാളത്തിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ദിവസമാണ്. 4 വർഷം മുമ്പ് ഇതേ ദിവസമാണ് ഈ യമൻ്റെ ഭാഗത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഹൂത്തി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം
UAE മേലുണ്ടായതും അബുദാബിയിൽ വന്നതിൻ്റെ ചില്ലുകൾ പതിച്ചതും 3 പേർ മരിച്ചതും ആ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് എല്ലാ വർഷവും ഇങ്ങനെ ഐക്യദാർഢ്യ ദിനം എന്ന രൂപത്തിൽ ജനുവരി 17 ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിശ്ചയദാർഢ്യമുള്ള സമൂഹം എങ്ങനെ പെരുമാറണം, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും എങ്ങനെ പങ്കുവയ്ക്കപ്പെടണം എന്ന കാര്യമൊക്കെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ദിവസമായി മാറിയിരിക്കുമ്പോൾ ഇന്ന് കാണിച്ച അതിൻ്റെ പ്രതിഫലമായി കണ്ട അഭ്യാസ പ്രകടനങ്ങളാണ് ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞതും പരേഡ് നടന്നതും ഹെലികോപ്റ്ററുകളുടെ സഞ്ചാരപഥം ദൃശ്യമായി വന്നതുമൊക്കെ. തണുപ്പ് UAE കൂടുക തന്നെയാണ്. പറഞ്ഞതുപോലെ ഇന്നിതാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു, നാളെ ഞായറാഴ്ച അവധി ദിവസമൊക്കെ തന്നെയാണെങ്കിലും തണുപ്പ് രൂക്ഷമായിരിക്കും. അതുകൊണ്ട് പുറത്തിറങ്ങുന്നവരൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം, കരുതൽ വേണം. അത് യാത്ര ചെയ്യുന്നവരും അല്ലാതെ നടക്കാൻ പോകുന്നവരുമൊക്കെ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കരുതിയിട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം 18 ഡിഗ്രി 19 ഡിഗ്രി ഒക്കെ നാളെ പകൽ സമയത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് വൈകുന്നേരത്തോടു കൂടി അങ്ങനെയൊക്കെ ചൂട് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഉച്ചയ്ക്ക് തന്നെ ഏറ്റവും കൂടിയ ചൂട് ഒരുപക്ഷേ 25 ഡിഗ്രിക്ക് മുകളിൽ പോവില്ല എന്ന രൂപത്തിലും നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. പിന്നൊരു കാര്യം, ഈ വർഷത്തെ ഈ ഒരു കൊടും തണുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ, ഏറിയാൽ 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ജനുവരി 22 അല്ലെങ്കിൽ 23 ഈ കൊടും തണുപ്പ് വിട പറയും എന്നുള്ളതാണ്. ഫെബ്രുവരി 10 വരെ മാന്യമായ തണുപ്പ് കിട്ടും. എങ്കിലും ഇനിയുള്ള 5-6 ദിവസം നല്ല തണുപ്പ് ഇഷ്ടമുള്ളവർ അത് ആസ്വദിക്കുക. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.